ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി പോർഷനിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രി ഓഫ് മാറ്റർ ആണ്. 15th ചാപ്റ്റർ ആയിട്ട് വരും നമ്മുടെ കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്റർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ഒബ്ജക്ട്സിന് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ബലൂൺ, ചെയേഴ്സ്, ജാറുകൾ, പിന്നെ ഡോർ, ടയർ, ബക്കറ്റ്, ഹാമർ. ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ദീസ് മെറ്റീരിയൽസ് ആർ ഫെമിലിയർ ടു യു. യെസ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ. പക്ഷേ ഇതിനെ നമുക്കൊന്ന് തരംതിരിക്കാനുണ്ട്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഐറ്റംസ് മെയ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽ, ഐറ്റംസ് മെയ്ഡ് ഫ്രം സിന്തറ്റിക് മെറ്റീരിയൽ. നാച്ചുറൽ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസും സിന്തറ്റിക് നമ്മുടെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസും നോക്കാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ വസ്തുക്കളെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു ടേബിളേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഡോർ മെയ്ഡ് ഓഫ് വുഡ്. കെയിൻ ചെയർ, ഈ ചൂരൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ചെയറുകളൊക്കെ. കെയിൻ ചെയർ മെയ്ഡ് ഓഫ് കെയിൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. കൊയർ റോപ്പ് മെയ്ഡ് ഓഫ് കോക്കനട്ട് ഫൈബർ. നമ്മുടെ തേങ്ങയുടെ ചകിരി നാര് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു കയറായിട്ട് വരും. ഓക്കെ, പിന്നെ ഹാമർ വുഡ് പ്ലസ് മെറ്റലാണ്. വുഡും മെറ്റലും കൊണ്ട് യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഗ്യാസ് സിലിണ്ടർ മെറ്റലാണ്. മെറ്റൽ വെസൽസ് ആൻഡ് പ്ലേറ്റ്സ് മെറ്റലാണ്. ഈ മെറ്റൽ നാച്ചുറൽ മെറ്റീരിയലാണ്. നമ്മൾ മണ്ണിൽ നിന്നും ഒക്കെ നമ്മൾ അതിൻ്റെ ഖനനം ചെയ്തിട്ടൊക്കെ എടുക്കുന്ന സംഭവമല്ലേ. സോ ഇറ്റ്സ് എ നാച്ചുറൽ മെറ്റീരിയൽ. ഓക്കെ, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല മെറ്റൽ. നമ്മൾ മെറ്റലിനെ ശുദ്ധീകരിച്ചിട്ട് ഇപ്പോൾ മണ്ണിൽ നിന്നൊക്കെ നമ്മൾ ഖനനം ചെയ്ത് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെറ്റൽ കിട്ടുന്നതെങ്കിൽ പോലും ഇറ്റ്സ് എ നാച്ചുറൽ മെറ്റീരിയൽ. ഓക്കെ, പിന്നെ ഐറ്റംസ് മെയ്ഡ് ഫ്രം സിന്തറ്റിക് മെറ്റീരിയൽ. നമ്മൾ മാൻമെയ്ഡായിട്ട് നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഒന്ന് ഗ്ലാസ് ജാറുകൾ. ഗ്ലാസ് ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ്. അതേപോലെ പ്ലാസ്റ്റിക് ചെയർ, പ്ലാസ്റ്റിക് ബക്കറ്റ്, പ്ലാസ്റ്റിക് ഒക്കെ സിന്തറ്റിക് മെറ്റീരിയലാണ്. ബലൂൺ സിന്തറ്റിക് റബ്ബർ എന്നാണ്. നാച്ചുറൽ റബ്ബർ നമുക്കറിയാം, നമ്മുടെ റബ്ബർ പാല്, ആ ഒരു റബ്ബർ മരത്തു നിന്നൊക്കെ കിട്ടുന്നത്. ഇത് സിന്തറ്റിക് ആയിട്ടുള്ള റബ്ബർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ബലൂൺസൊക്കെ. പിന്നെ ടയർ സിന്തറ്റിക് റബ്ബറാണ്. യെല്ലോ റോപ്പ് നൈലോൺ ഓർ പ്ലാസ്റ്റിക്. നൈലോൺ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയതാണ് യെല്ലോ റോപ്പുകൾ. ഓക്കെ, ദ ഡൈവേഴ്സ് ഒബ്ജക്ട്സ് വി യൂസ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി നാച്ചുറൽ സബ്സ്റ്റൻസസ് ബട്ട് ഓൾസോ സിന്തറ്റിക് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ മക്കൾ നിങ്ങളിരിക്കുന്നിടത്ത് നിന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ട് നോക്ക്, എന്തെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കി. ഇത് നാച്ചുറൽ മെറ്റീരിയൽ ആണോ, ഇത് സിന്തറ്റിക് മെറ്റീരിയൽ ആണോ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം നമ്മളുടെ ഓരോ സാധനങ്ങളും നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫോമിങ് വേരിയസ് സബ്സ്റ്റൻസസ് ഇൻ ടു യൂസ്ഫുൾ പ്രോഡക്ട്സ്. അപ്പോൾ മെറ്റീരിയൽ കെമിസ്ട്രി എന്താണ്? അത് ഒരു സയൻസിൻ്റെ ബ്രാഞ്ചാണ് ദാറ്റ് ഹെൽപ്സ് ട്രാൻസ്ഫോമിങ് വേരിയസ് സബ്സ്റ്റൻസസ് ഇൻ ടു യൂസ്ഫുൾ പ്രോഡക്ട്സ് ഫോർ ഹ്യൂമൻ. അപ്പോൾ മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിലോട്ട് ഒരുപാട് സബ്സ്റ്റൻസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മെറ്റീരിയൽ കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ആ മെറ്റീരിയൽ കെമിസ്ട്രീൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് കാണുന്ന പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഇങ്ങനെ ഒരുപാട്. ഇപ്പം നമ്മളുടെ ഡ്രസ്സുകളൊക്കെ പോളിസ്റ്റർ, നൈലോൺ, ഇത്തരം കുറേ ഡ്രസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. വെറും കോട്ടൺ ഡ്രസ്സോ സിൽക്ക് ഡ്രസ്സോ ഒന്നും മാത്രമല്ലല്ലോ നമുക്കുള്ളത്. ഇത്രയും ലാവിഷായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സ് കിട്ടുന്നതൊക്കെ ഈ സിന്തറ്റിക് മെറ്റീരിയൽ നമ്മൾ ഇൻവെൻറ്റ് ചെയ്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഗ്ലാസ് ആണ്. ഓക്കെ, ഗ്ലാസ്. Objects made of glass are essential part of our daily life. You know that glass is a synthetic material. Glass ഒരു സിന്തറ്റിക് മെറ്റീരിയൽ ആണ്. യെസ്. ഓക്കെ, അപ്പോൾ ട്രൈ റൈറ്റിംഗ് ഡൗൺ ദ ഐറ്റംസ് മെയ്ഡ് ഓഫ് ഗ്ലാസ്. എഗെയിൻ ഇവിടെയും കുറേ ഒബ്ജക്ട്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? മിറർ ഉണ്ട്, ഗ്ലാസ് ജാർ ഉണ്ട്, വിൻഡോ ഗ്ലാസ് ഉണ്ട്, പ്രസ് ഉണ്ട്, ബീക്കർ ഉണ്ട്, കാർ വിൻഡോ ഗ്ലാസ്സുകളുണ്ട്, ലെൻസസ് ഉണ്ട്. ഈ സംഭവമാണ് കേട്ടോ പ്രിസം. ഓക്കെ, ഇതാണ് കേട്ടോ പ്രിസം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമ്മൾ ഗ്ലാസ് കൊണ്ട് മേഡപ്പ് ഓഫ് ചെയ്തതുണ്ട്. ഇതിൽ ഉൾക്കൊള്ളാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഗ്ലാസ് എങ്ങനെ വന്നു? ആൻ ആക്സിഡൻ്റലി ഡിസ്കവേർഡ് ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ്. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റലി ഡിസ്കവർ ചെയ്ത സംഭവമാണ്.
ഓക്കെ, അതിൻ്റെ കഥ നമുക്കൊന്ന് നോക്കിയാലോ. Once Phoenician mariners were transporting washing soda on their ship. They landed on sandy banks of river to cook food using fire. But with no stones to build a hut, they used blocks of washing soda, sodium carbonate instead. As the fire burned, a thick, transparent liquid flowed out. This was glass. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫിനീഷ്യൻ മറൈനേഴ്സ് അവർ വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റിൻ്റെ ബ്ലോക്സ്, വാഷിംഗ് സോഡ അവർ ഷിപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണലിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് കല്ലും അങ്ങനെ അടുപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ വാഷിംഗ് സോഡൻ്റെ കട്ടകളില്ലേ, ഈ കട്ടകൾ ഇങ്ങനെ വെച്ചിട്ട് അത് അടുപ്പായിട്ട് യൂസ് ചെയ്ത് അവർ ഫുഡ് കുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ അവർ കത്തിച്ച അടുപ്പിൻ്റെ യൂസ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എ തിക്ക് ട്രാൻസ്പാരൻറ്റ് ലിക്വിഡ് ഫ്ലോഡ് ഔട്ട്. ഒരു തിക്കായിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് ലിക്വിഡ് ഇങ്ങനെ ഒഴുകി വരുന്നത് അവർ ശ്രദ്ധിച്ചു. അതാണ് പിന്നീട് നമ്മൾ ഈ കാണുന്ന ഗ്ലാസ് ആയിട്ട് മാറിയത്. ഇറ്റ് വാസ് സെഡ് ദാറ്റ് ദേ ആഡ് എ ഡിഫറെൻറ്റ് കളർ ടു ഇറ്റ് ആൻഡ് സോൾഡ് ഇറ്റ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സംഭവം കിട്ടി. അപ്പോൾ അവരതേക്ക് കുറച്ച് കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് അവർ സെല്ല് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, വെദർ ദ സ്റ്റോറി ഇസ് ട്രൂ ഓർ നോട്ട്, the silicon dioxide in the sand undergoes chemical reaction with metal salts at high temperature forming glass. അപ്പോൾ ഈ ഗ്ലാസ് എങ്ങനെയാണ് ഉണ്ടായത്? ഗ്ലാസ് നമ്മൾ പറഞ്ഞ ആ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സംഭവം എങ്ങനെ ഉണ്ടായി? അത് നമ്മുടെ മണലിലുള്ള ഒരു സംഭവമാണ് സിലിക്കൺ ഡയോക്സൈഡ്, SiO2. ഈ മണലിലുള്ള SiO2വും പിന്നെ നമ്മളുടെ ആ ഒരു ആൾക്കാർ യൂസ് ചെയ്ത് തരുന്ന മെറ്റൽ സോൾട്ടില്ലേ, സോഡിയം കാർബണേറ്റ് അല്ലേ, സോഡിയം ഇസ് എ മെറ്റൽ. അപ്പോൾ ആ മെറ്റൽ സോൾട്ട് അതും മണലിലുണ്ടായിരുന്ന സിലിക്കൺ ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട്, അതും അവർ തീ കത്തിക്കുകയാണ് ചെയ്തത്. സോ അവിടെ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടായ ആ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസാണ് ഗ്ലാസ്. സോ മണലിലുള്ള ഒരു കോമ്പണൻ്റ് ആണ് കേട്ടോ സാൻഡ്. അതും മെറ്റൽ സോൾട്ടും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഗ്ലാസ് കിട്ടിയത്. ഓക്കെ, ആർ ദ ഗ്ലാസ് യൂസ് ടു മേക്ക് ദ ഒബ്ജക്റ്റ് ഷോൺ ഇൻ ദ പിക്ചർ സെയിം ടൈപ്പ്? ഇതിൽ കാണുന്ന എല്ലാ ഗ്ലാസും ഒരേപോലെയാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഇതിൽ മിററുണ്ട്, ജാറുകളുണ്ട്, കുപ്പികളുണ്ട്, നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ബീക്കേഴ്സ് ഉണ്ട്, കോണിക്കൽ ഫ്ലാസ്ക്, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ഇങ്ങനത്തെ കുറേ ഫ്ലാസ്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരേ മെറ്റീരിയൽ കൊണ്ടാണോ? നോ. ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആർ മെയ്ഡ് യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസസ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ യൂസ് ആൻഡ് പ്രോപ്പർട്ടീസ്. യെസ്, ഓരോ ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നതും ഓരോ പോലെയാണ് കേട്ടോ. ഹാവിങ് യു സീൻ ദ ഷാറ്റേർഡ് ഗ്ലാസസ് ഓഫ് വെഹിക്കിൾ മെറ്റ് വിത്ത് ആക്സിഡൻറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തുള്ള ഗ്ലാസ്സുകൾ കണ്ടിട്ടുണ്ടോ? ഈ ബസ്സൊക്കെ ആക്സിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താണ് പൊടിയായിട്ടിങ്ങനെ പഞ്ചസാര പൊടി പോലെ കാണാൻ പറ്റും റോഡിൽ ഗ്ലാസ്സുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് കാണുക. ദേ ആർ സേഫ്റ്റി ഗ്ലാസ്സസ് ഓർ ടെമ്പേർഡ് ഗ്ലാസ്. When it breaks, it shattered into small blunt pieces. This reduces the chance of serious injury. ഇപ്പം നമുക്കറിയാം, നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ഇല്ലേ, ആ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുണ്ട് മുറിവ് പറ്റാൻ. ഓക്കെ, അതേപോലെ കണ്ണാടിയുടെ മിററിൻ്റെ ഗ്ലാസ്സൊക്കെ ആയാലും നമുക്കത് പെട്ടെന്ന് നമുക്ക് കയ്യിൽ മുറിവ് പറ്റും. പക്ഷേ ആക്സിഡൻറ്റിൻ്റെ ഇങ്ങനത്തെ വെഹിക്കിൾസിലൊക്കെ നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ് ഓർ സേഫ്റ്റി ഗ്ലാസ്സസാണ് യൂസ് ചെയ്യുക. അതിങ്ങനെ നമ്മളുടെ ശരീരത്തിലോട്ട് തുളച്ചൊന്നും കയറില്ല, അതിങ്ങനെ പൊടിയായിട്ട് പോവുക ചെയ്യാം. സ്മോൾ ബ്ലണ്ട് പീസസ് ആയിട്ടാണ് അത് മാറുക, അത് എങ്ങാനും ബ്രേക്ക് ചെയ്താൽ. ഓക്കെ, അപ്പോൾ അതെന്താണ്, സീരിയസ് ഇഞ്ചുറിനെ രക്ഷിക്കും. ഗ്ലാസ് കൊണ്ടൊക്കെ മുറിവായാൽ ഭയങ്കര ഡീപ്പ് കട്ടിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ സേഫ്റ്റി ഗ്ലാസ്സസ് ആണ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യാറ്. ആൻഡ് അവരുടെ സ്പെഷ്യാലിറ്റി ആട്ടോ അത്. ദെൻ ഡു യു നോ ദ നെയിം ഓഫ് ഗ്ലാസ് യൂസ്ഡ് ഇൻ ദ ഡിസ്പ്ലേ ഓഫ് മൊബൈൽ ഫോൺ? മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഏതാണ് എൻ്റെ മക്കൾക്ക് അറിയോ? ഇറ്റ്സ് ഗോറില്ല ഗ്ലാസ് കേട്ടോ. ഇറ്റ് ഈസ് സ്ട്രോങ്, സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ആൻഡ് ട്രാൻസ്പാരൻറ്റ്. നല്ല ക്ലിയർ ആയിട്ട് വേണ്ട നമ്മളുടെ ഫോണിൻ്റെ ഗ്ലാസ്സുകളൊക്കെ. അപ്പോൾ അത് ഗൊറില്ല ഗ്ലാസ്സാണ് നമ്മൾ യൂസ് ചെയ്യുക മൊബൈൽ ഡിസ്പ്ലേയിൽ. നമുക്കറിയാലോ, ഇപ്പോൾ നല്ല ഫോണുകളൊക്കെ ആകുമ്പോൾ നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഗൊറില്ല ഗ്ലാസ്സാണ് യൂസ് ചെയ്യുക. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, പെട്ടെന്നൊന്നും സ്ക്രാച്ചൊന്നും വീഴില്ല. വീഴുമ്പോഴൊക്കെ സ്ക്രാച്ച് വരുന്നല്ലാതെ അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ ഫോണിൽ അങ്ങനെ സ്ക്രാച്ച് വരില്ലല്ലോ. സ്ട്രോങ് ആണ്. അപ്പോൾ ഗൊറില്ല ഗ്ലാസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. വെഹിക്കിൾസിൽ സേഫ്റ്റി ഗ്ലാസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് ഗുഡ്. ആൻഡ് അഗെയിൻ അടുത്തൊരു ടേബിൾ തന്നിട്ടുണ്ട്. എ ടേബിൾ ഷോയിങ് സം ടൈപ്പ് ഓഫ് ഗ്ലാസ് യൂസ്ഡ് ടുഡേ, their use and their major components is given. സോഡ ലൈം ഗ്ലാസ് ഓർ സോഫ്റ്റ് ഗ്ലാസ്. ഓക്കെ,
അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ് ഗ്ലാസ് ടു മേക്ക് മിറേഴ്സ്, വിൻഡോ ഗ്ലാസ്, ബോട്ടിൽസ് എക്സെട്ര. അതാണ് സോഫ്റ്റ് ഗ്ലാസിൻ്റെ യൂസ്. അതിലെ മേജർ കോമ്പണൻസ് ഏതൊക്കെയാണ്? സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ് ഒക്കെ. ഓക്കെ. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗ്ലാസ് എന്താണ്? സിലിക്കേറ്റ് ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ബോറോസിലിക്കേറ്റ് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സും കുക്ക് വെയേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാട്ടോ, യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സോഫ്റ്റ് ഗ്ലാസ് മിറർ, വിൻഡോ ഗ്ലാസ്, ബോട്ടിൽസിനൊക്കെയാണ്. അവിടെ സിലിക്കയുണ്ട്, സോഡിയം ഓക്സൈഡ് ഉണ്ട്, കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്. ഓക്കെ. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആകുമ്പോൾ അത് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സിന് യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കുക്ക് വെയേഴ്സിന്, നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതിന് യൂസ് ചെയ്യുന്നതാണ്. അതിലെ കോമ്പണൻസ് ഏതൊക്കെയാണ്? സിലിക്കയുണ്ട്, സോഡിയം ഓക്സൈഡ് ഉണ്ട്, പിന്നെ മൂന്നാമതൊരാളായിരുന്നു ബോറോൺ ഓക്സൈഡ്. അപ്പോൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സുകളിൽ ബോറോൺ ഓക്സൈഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ കോമ്പണൻറ്റ്. ഇതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യാത്തത്. ദെൻ ഫ്ലിൻറ്റ് ഗ്ലാസ് ഓർ ഒപ്റ്റിക്കൽ ഗ്ലാസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ലെൻസസ്, പ്രിസം. ത്രികോണാകൃതിയിൽ കണ്ടിട്ടുള്ള സംഭവമാണ് ആ പ്രിസം. അപ്പോൾ പ്രിസം ലെൻസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ഓർ ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഇതിൻ്റെ മേജർ കോമ്പണൻസ് ഏതൊക്കെയാണ്? സിലിക്ക, ലെഡ് ഓക്സൈഡ്, പൊട്ടാഷ്യം ഓക്സൈഡ്. ഓക്കെ, ഇനിയുണ്ട് കേട്ടോ വെറൈറ്റി ഓഫ് ഗ്ലാസസ്. അതിൻ്റെയൊക്കെ കോമ്പണൻസിൽ മാറ്റം വരും. വിച്ച് ഈസ് ദ കോമ്പണൻറ്റ് പ്രസൻറ്റ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഗ്ലാസസ്. അപ്പോൾ എല്ലാ ഗ്ലാസ്സുകളിലെ ഒരു മെയിൻ ആൾ ആരാണ്? സിലിക്ക. ഇനി ഏത് ഗ്ലാസ്സിലെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് സിലിക്കനെ കാണാൻ പറ്റും. SiO2, സിലിക്ക. ഓക്കെ. ഫൈൻഡ് ഔട്ട് അതർ കോമ്പണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഈച്ച് ടൈപ്പ് ഓഫ് ഗ്ലാസസ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു, സോഡിയം ഓക്സൈഡ് ഉണ്ട്, കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, ബോറോൺ ഓക്സൈഡ് ഉണ്ട്, പൊട്ടാഷ്യം ഓക്സൈഡ് ഉണ്ട്, ലെഡ് ഓക്സൈഡ് ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് ബാക്കിയുള്ള കോമ്പണൻറ്റ്സ്. ട്രൈ റൈറ്റിംഗ് ഡൗൺ ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്ലാസ്. ഗ്ലാസിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ട്രാൻസ്പാരൻസി, poor conductor of heat and electricity, chemically inert ആണ്. ഓക്കെ. Haven't you seen glass of different colors? How do they get their color? Glasses get variety of colors when different chemicals are added during the manufacturing process. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പം ഗ്ലാസ് കണ്ടിട്ടുണ്ട്, ഒരു ട്രാൻസ്പാരൻറ്റ് മാത്രമാണോ നമ്മൾ കാണുന്ന ഗ്ലാസ്? റെഡ് കളറിലുള്ള ഗ്ലാസ്സുകളുണ്ട്, പല മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിന് കളർ എങ്ങനെയാണ് കിട്ടുക? വെറുതെ നമ്മൾ പെയിൻ്റ് അടിക്കുന്നതാണോ? അല്ല. ഗ്ലാസ്സിന് കളർ കൊടുക്കാൻ നമ്മൾ അതിലേക്ക് കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കളർ ആ ഗ്ലാസ്സിന് കിട്ടും. ഇപ്പോൾ കാഡ്മിയം സൾഫൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമ്മൾ ആഡ് എടുത്താൽ ആ ഗ്ലാസിൻ്റെ കളർ യെല്ലോ കളറായിരിക്കും. ഓക്കെ. ഗോൾഡ് ക്ലോറൈഡ് എന്ന് പറയുന്ന കെമിക്കലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൂബി റെഡ് കളറായിരിക്കും ഗ്ലാസ്സിന് കിട്ടുക. ക്രോമിയം ഓക്സൈഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർഡ് ഗ്ലാസ്സാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. കൊബാൾട്ട് ഓക്സൈഡ് ആണെങ്കിൽ ബ്ലൂ കളറായിരിക്കും. ഓക്കെ, ഇതിൻ്റെ പേരൊന്ന് പഠിച്ചു വെക്കണേ. കാഡ്മിയം സൾഫൈഡ് യെല്ലോ, ഗോൾഡ് ക്ലോറൈഡ് റൂബി റെഡ്, ക്രോമിയം ഓക്സൈഡ് ഗ്രീൻ, കൊബാൾട്ട് ഓക്സൈഡ് ബ്ലൂ. ഓക്കെ, ഇതെൻ്റെ മക്കളൊന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്ലാസിനെ കുറിച്ചിട്ട് പഠിച്ചത്. ഇതിൻ്റെ നോട്ട് നമുക്കൊന്ന് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയതാണ്. ഇപ്പോൾ ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് നോട്ടൊന്ന് നോക്കിയാലോ? യെസ്. സോ ഫസ്റ്റ് നമുക്ക് ചാപ്റ്ററിൽ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഐറ്റംസ് മെയ്ഡ് ഓഫ് നാച്ചുറൽ മെറ്റീരിയൽ, ഐറ്റം മെയ്ഡ് ഓഫ് സിന്തറ്റിക് മെറ്റീരിയൽ. പിന്നെ വരുന്നത് മെറ്റീരിയൽ കെമിസ്ട്രി. ഓക്കെ, ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫോമിങ് വേരിയസ് സബ്സ്റ്റൻസസ് ഇൻ ടു യൂസ്ഫുൾ പ്രോഡക്ട്സ് ഫോർ ഹ്യൂമൻസ്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ബ്രാഞ്ചാണ് മെറ്റീരിയൽ കെമിസ്ട്രി. ദ ഡൈവേഴ്സ് ഒബ്ജക്ട്സ് വി യൂസ് ആർ മെയ്ഡ് ഫ്രം ബോത്ത് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് മെറ്റീരിയൽ. നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ നോട്ട് ചെയ്യണം എന്നുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ് ഇവിടെ നമ്മളൊന്നും കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഗ്ലാസ് എന്താ? ഗ്ലാസ്സിലെ മെയിൻ സംഭവമാണ് ഇറ്റ് ഈസ് എ സിന്തറ്റിക് മെറ്റീരിയൽ. വൺ വേർഡ് ക്വസ്റ്റ്യനിലൊക്കെ നമ്മളോട് ചോദിക്കാം ഗ്ലാസ് എന്താണ്? ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ്. പിന്നെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് മിറർ, ഗ്ലാസ് ജാർ, പ്രിസം, കാർ, വിൻഡോ ഗ്ലാസ്, നോർമൽ വിൻഡോ ഗ്ലാസ്, ബീക്കർ, ലെൻസസ് എക്സെട്ര. എങ്ങനെ ഗ്ലാസ് ഉണ്ടായി? ഫോർമേഷൻ. Glass is formed when the silicon dioxide in the sand undergoes a chemical reaction with metal salt at high temperature and pressure.
അവിടെ പ്രഷറും കൂടെ എൻ്റെ മക്കളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തുണ്ട്. ഓക്കെ, പിന്നെ ഈ ഗ്ലാസ്സിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഗ്ലാസ് ഇസ് ട്രാൻസ്പാരൻറ്റ്, അലോ ലൈറ്റ് ടു പാസ് ത്രൂ, ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഹാർഡാണ്, ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. ബ്രേക്സ് ഈസിലി വെൻ സ്ട്രക്ക്. നമ്മളൊന്ന് ഒരു ഫോഴ്സ് കൊടുത്തിട്ടൊന്ന് തള്ളിയാലോ അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്താലോ ഒക്കെ എന്താണ്, പൊട്ടിപ്പോവും. പക്ഷേ ഹാർഡാണ്. അമോർഫസ് സോളിഡാണ്. അമോർഫസ് മീൻസ് നോ റെഗുലർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇറ്റ്സ് അമോർഫസ് സോളിഡ്. അതായത് അതിനൊരു പ്രത്യേക ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല. പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, കെമിക്കലി ഇനേർട്ടാണ്. ഗ്ലാസ് അങ്ങനെ പെട്ടെന്നൊന്നും കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്യാറില്ല. സ്മൂത്ത് ആൻഡ് ഷൈനി സർഫേസ്, മോൾഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്സ് വെൻ ഹീറ്റഡ്. നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് തന്നെ പല ആകൃതിയിലുള്ള ഗ്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ അല്ലേ. പിന്നെ നോൺ പോറസ് ആൻഡ് ഡസ് നോട്ട് അബ്സോർബ് ലിക്വിഡ്. അങ്ങനെ ലിക്വിഡ് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയൽ ഒന്നുമല്ല. ഇതൊക്കെയാണ് ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകതകൾ.